ജമാഅത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. ഇമാമും മഅ്മൂമുമായി നിസ്കരിക്കുന്ന സമയത്ത് ഇമാമിൻ്റെ പ്രവൃത്തിയേക്കാൾ മഅ്മൂമിൻ്റെ പ്രവൃത്തി പിന്തേണ്ടതുണ്ട്. ഇമാമിനെ ഓവർടേക്ക് ചെയ്തു പോകാൻ പാടില്ല. തക്ബീറത്തുൽ ഇഹ്റാം മുതൽ ആ കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹു അക്ബർ എന്ന് ഇമാമ് തക്ബീർ കെട്ടി പൂർണ്ണമായതിന് ശേഷമല്ലാതെ മഅ്മൂമീങ്ങൾ തക്ബീറിൽ ആരംഭിക്കാൻ പാടില്ല. ഇമാമിൻ്റെ മുമ്പോ അല്ലെങ്കിൽ ഇമാമിനോടൊപ്പമോ മഅ്മൂമിൻ്റെ തക്ബീറത്തുൽ ഇഹ്റാം നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന അല്ലാഹു അക്ബർ എന്ന കെട്ട് ഒരുമിച്ച് വന്നാൽ അല്ലെങ്കിൽ ഒരുമിച്ച് വന്നോ എന്ന് സംശയിച്ചാൽ പോലും സഹീഹാവുകയില്ല എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു. അതാ ഫലൗ സബഖഹു, ഇമാമിനെ മഅ്മൂമു ഓവർടേക്ക് ചെയ്തു, ഔ ഖാറനഹു ഫീഹി, അല്ലെങ്കിൽ ഇമാം തക്ബീർ കെട്ടുന്ന ആ സമയത്ത് ഇമാമിനോടൊപ്പം കെട്ടി നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാനുള്ള തക്ബീറത്തുൽ ഇഹ്റാം, ഔ ശക്ക ഫീ ദാലിക, അല്ലെങ്കിൽ ഇമാമിനോടൊപ്പമായോ അല്ലെങ്കിൽ ഇമാമിൻ്റെ മുമ്പിലായോ എന്ന് സംശയിച്ചാൽ പോലും ലം തനഖിദ് സ്വലാത്തുഹു, അവൻ്റെ നിസ്കാരം സാധുവാവുകയില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം. നിസ്കാരത്തിൻ്റെ തക്ബീറത്തുൽ ഇഹ്റാം ഇമാമ് നിയ്യത്ത് വെക്കുന്ന സമയത്ത് തന്നെ നിയ്യത്ത് വെക്കാം, അതിന് പ്രശ്നമില്ല. ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുമ്പോഴൊക്കെ നമ്മളിങ്ങനെ നിയ്യത്തിലായിരുന്നു. ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയ ഉടനെ നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറയും. കെട്ടിക്കഴിഞ്ഞ് പൂർണ്ണമായതിന് ശേഷം ഉടനെ തന്നെ കെട്ടണമല്ലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, നിസ്കാരത്തിൻ്റെ സത്ത എന്ന് പറഞ്ഞാൽ തക്ബീറത്തുൽ ഇഹ്റാം ഇമാമ് കെട്ടിയ ഉടനെ കെട്ടുക എന്നുള്ളതാണ്. ഏതൊരു കാര്യത്തിനും ഒരു സത്തയുണ്ട്. നിസ്കാരത്തിൻ്റെ സത്ത തക്ബീറത്തുൽ ഇഹ്റാം ഇമാമ് കെട്ടിയ ഉടനെ കെട്ടുക എന്നുള്ളതാണ് എന്ന് നമ്മളൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയതിന് ശേഷം ആവുക, അത് പൂർണ്ണമായ അർത്ഥത്തിൽ വേണം. അതാണ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം അദമു സബഖിഹി അലാ ഇമാമിഹി ബിറുക്നൈനി ഫിഅലൈനി മുതവാലിയൈനി, തുടർച്ചയായ രണ്ട് പ്രവർത്തനം കൊണ്ട് ഇമാമിനെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ നിസ്കാരം ബാത്തിലാകും. ഏതുപോലെ മഅ്മൂമ് റുക്കൂയിലേക്ക് പോയി, എന്നിട്ട് പിന്നീട് മഅ്മൂമ് ഇഅ്തിദാലിലേക്ക് വന്നു, എന്നിട്ട് മഅ്മൂമ് വീണ്ടും സുജൂദിലേക്ക് പോയി. ഇമാം ഇപ്പോഴും ഉള്ളത് നൃത്തത്തിലാണ്. ഈ അവസ്ഥയിൽ മഅ്മൂമിൻ്റെ നിസ്കാരം ബാത്തിലാകും. ഇമാമിനെ മഅ്മൂമ് ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. അതാണ് പറഞ്ഞ രണ്ടാമത്തെ കാര്യം. മഅ്മൂമിന്റെ കാര്യം തന്നെ പറയണത്. മഅ്മൂമ് ഇമാമിനെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. മഅ്മൂമ് ഇമാമിനെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ജമാഅത്തിൽ ആകെയുള്ള രണ്ട് കഥാപാത്രമല്ലേ ഉള്ളൂ, ഇമാമും മഅ്മൂമും. അപ്പൊ മഅ്മൂമായ ആള് ഇമാമിനെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ഓവർടേക്ക് ചെയ്യാന്ന് പറയുമ്പോൾ നിസ്കാരം ബാത്തിലാകുന്ന ഓവർടേക്കാണ് പറഞ്ഞത്. ഇപ്പോൾ മഅ്മൂം ആദ്യം റുക്കൂക്ക് പോയി, പിന്നെ ഇഅ്തിദാലിലേക്ക് വന്നു, പിന്നെ മൂപ്പര് സുജൂദിലേക്ക് പോയി. അപ്പോഴും ഇമാം ഉള്ളത് എവിടെയാണ്? നിൽക്കുകയാണ്, നൃത്തത്തിൽ നിൽക്കുകയാണ്. ഈ സമയത്ത് നിസ്കാരം ബാത്തിലാകും. അല്ലാതെ ഒരു പ്രവൃത്തി കൊണ്ട് തന്നെ ഇമാമിനെ മുൻകടന്നാൽ അത് തെറ്റാകും, ഹറാമാകും. ഈ പറയുന്ന പ്രവർത്തനം നിസ്കാരം ബാത്തിലാകും. മനസ്സിലാവുണ്ടോ? അതിലേക്ക് നമ്മൾ ഇനി വിശദമായിട്ട് വരും. അതാ പറഞ്ഞത്, കാൻ റക്കാ, മഅ്മൂം റുക്കൂയിലേക്ക് പോയി, വഅ്തദല, എന്നിട്ട് മഅ്മൂം ഇഅ്തിദാലിലേക്ക് വന്നു, സുമ്മ ഹവ ലിസ്സുജൂദ്, പിന്നെ മൂപ്പര് സുജൂദിലേക്ക് പോയി. എത്രത്തിൽ വൽ ഇമാമു ഖായിമുൻ, ഇമാം ഇപ്പോഴും നിൽക്കുകയാണ്. ആ അർത്ഥത്തിൽ നിസ്കാരം ബാത്തിലായി. ഇമാമിനെ ഓവർടേക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഹറാമാകുന്ന രൂപമുണ്ട്. ഇത് ഹറാമല്ല, ഇത് നിസ്കാരം
ബാത്തിൽ തന്നെയായി. അസാലിസോ മൂന്നാമത്തേത് അദമു തഖല്ലുഫിഹി അനിൽ ഇമാമി ബിറുക്നൈനി ഫിഅലിയൈനി മുതവാലിയൈനി ബിലാ ഉദ്രിൻ. ഒരു കാരണവുമില്ലാതെ തുടർച്ചയായ രണ്ട് പ്രവർത്തനം കൊണ്ട് ഇമാമിനെ പിന്താനും പാടില്ല, ഇമാമിനെയും വിട്ട് പിന്താൻ പാടില്ല. ഓവർടേക്ക് ചെയ്യുന്ന കാര്യം നമ്മൾ ആദ്യം പറഞ്ഞു. എന്നാ ഇനി ഇമാം ഇങ്ങനെ പോയിട്ട് മഅ്മൂം ഇങ്ങനെ ആടിപ്പാടി പതുക്കെ ഇങ്ങനെ വരിക മൂപ്പരെ ഇഷ്ടത്തിന്, അതും ചെയ്യരുത്. ഏതുപോലെ രണ്ടുപേരും ഇപ്പൊ സുജൂദിലേക്ക് പോയി, ഇമാമും പോയി മഅ്മൂമും പോയി. എന്നിട്ട് ഇമാം സുജൂദിൽ നിന്ന് ഉയർന്നു, എന്നിട്ട് ഇമാം വീണ്ടും സുജൂദിലേക്ക് പോയി. അപ്പോഴെല്ലാം മഅ്മൂം ഉള്ളത് എവിടെ തന്നെയാണ്? ഒന്നാമത്തെ സുജൂദ് തന്നെയാണ്. അത് നിസ്കാരം ബാത്തിലാവുന്ന കാര്യം ഒരു കാരണവുമില്ല, തരക്കേടില്ല. മൂപ്പര് പൊതുവെ ചൊല്ലിപ്പറച്ചിലൊക്കെ ഇച്ചിരി സ്പീഡ് കുറവുള്ള ആളാണ്, അല്ലെങ്കിൽ അയാളെ മുട്ടുവേദനയും കാലുവേദന എല്ലാം കൂടി ആയിട്ട് ഇതിന് ഗ്രീസൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോഴേക്ക് സമയമാവും. അങ്ങനെയൊക്കെയുള്ള ഒരാളാണ്. പഴയ എഞ്ചിനാകുമ്പോൾ അങ്ങനെ ഉണ്ടാവുമല്ലോ, ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നേടാൻ കഴിയില്ല. അതിന് കുഴപ്പമില്ല. ഇതൊരു കാരണവും ഇല്ലാതെ രണ്ട് റുക്കിന് കൊണ്ട് ഇമാമിനേക്കാൾ പിന്തുക. അതിന് ഉദാഹരണം പറയുന്നുണ്ട്. ഇതുപോലെ كأن سجد كأن جلس إمامه بين السجدتين. ഇമാമ് രണ്ട് സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിലേക്ക് വന്നു. വസജദ സാനിയൻ, രണ്ടാമത്തെ സുജൂദിലേക്ക് പോയി. വറഫഅ റഅസഹു, രണ്ടാമത്തെ സുജൂദിൽ നിന്ന് ഇമാമ് തല ഉയർത്തുകയും ചെയ്തു. വൽ മഅ്മൂമു ഫി സജദത്തിൽ ഊലാ, മഅ്മൂം ഇപ്പോഴുമുള്ളത് ഒന്നാമത്തെ സുജൂദിലാണ്. രണ്ടുപേരും ഒന്നിച്ച് സുജൂദിലേക്ക് പോയി, ഇമാമും പോയി മഅ്മൂമും പോയി. എന്നിട്ട് എന്ത് ചെയ്തു? ഇമാമ് വന്നു, ഇടയിലെത്തത്തിലേക്ക് വന്നു, എന്നിട്ട് രണ്ടാമത്തേലേക്ക് പോയി. ഇപ്പോഴാണ് ഒന്ന് പൂർത്തിയായത്, രണ്ടാമത് തുടങ്ങിയിട്ടുള്ളൂ. പിന്നെ മൂപ്പര് രണ്ടാമത്തെ സുജൂദിൽ നിന്ന് എണീറ്റു, അപ്പോൾ രണ്ടെണ്ണം പൂർത്തിയായി. മറ്റതിലേക്ക് പോകുമ്പോഴാണല്ലോ ഒന്ന് പൂർത്തിയാവുക. പക്ഷെ മഅ്മൂം ഉള്ളത് ഇപ്പോഴും ഒന്നാമത്തെ സുജൂദിൽ തന്നെയാണ്. കാരണം പ്രത്യേകിച്ചുണ്ടോ? ഒന്നുമില്ല. ഇത് നിസ്കാരം ബാത്തിലാകുന്ന കാര്യമാണ്. അർറാബിഉ, നാലാമത്തേത് അദമു തഖല്ലുഫിഹി അൻ ഇമാമിഹി ബിഅക്സറ മിൻ സലാസത്തി അർക്കാനിൻ ത്വീലത്തിൻ ബിഉദ്രിൻ. കാരണമുണ്ടായാൽ തന്നെ മൂന്ന് റുക്നിനേക്കാൾ ത്വീലായ മൂന്ന് റുക്നിനേക്കാൾ പിന്താൻ പാടില്ല. അപ്പൊ കാരണമുണ്ടായാൽ ത്വീലായ മൂന്ന് റുക്ന് വരെ പിന്താൻ, അത് പ്രശ്നമില്ല. എങ്ങനെ കാരണം? ഇവ രണ്ടുപേരും ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഇമാമിന്റെ ഖിറാഅത്തിൽ മഅ്മൂം ഇങ്ങനെ ലയിച്ചുപോയി. നല്ല ശബ്ദമുള്ള മധുരമുള്ള തജ്വീദിന്റെ നിയമങ്ങളൊക്കെ അറിയാവുന്ന ഒരു ഇമാമിന്റെ ഖിറാഅത്തിൽ മഅ്മൂം ഇങ്ങനെ ലയിച്ചുപോയി. പിന്നെ ഇമാം അല്ലാഹു അക്ബർ എന്ന് റുക്കൂയിലേക്ക് പോയപ്പോഴാണ് മഅ്മൂം വിചാരിച്ച, അല്ലാഹ് ഞാൻ ഫാത്തിഹ ഓതിയിട്ടില്ലല്ലോ, എന്താ ചെയ്യുക? അങ്ങനെ ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ മഅ്മൂമിന് സംശയം, ഞാൻ ഫാത്തിഹ ഓതിയോ ഇല്ലയോ? ഈ രണ്ടവസ്ഥയിലും മഅ്മൂം ഫാത്തിഹ ഓതിയിട്ടേ പോകാവൂ. ഞാൻ ഫാത്തിഹ ഓതിയിട്ടില്ല എന്ന് ഉറപ്പിച്ചാലും ഫാത്തിഹ ഓതിയിട്ട് പോകണം. ഓതിയോ എന്ന് സംശയിച്ചാലും ഫാത്തിഹ ഓതിയിട്ട് പോയാൽ മതി. അപ്പൊ ഇമാം റുക്കൂക്ക് പോയി, ഇയാൾ ഫാത്തിഹ ഓതണമല്ലോ. പിന്നെ ഇജ്തിഹാദിലേക്ക് വന്നു, പിന്നെ സുജൂദിലേക്ക് പോയി, പിന്നെ ഇടയിലിരുത്തത്തിലേക്ക് വന്നു, പിന്നെയും സുജൂദിലേക്ക് പോയി. ഈ രണ്ടാമത്തെ സുജൂദിൽ നിന്ന് ഇമാം എണീക്കുന്നതിന് മുമ്പായിട്ട് ഫാത്തിഹ തീർത്ത് മഅ്മൂം റുക്കൂയിലേക്ക് പോയാൽ മതി. കാരണം അവിടെ കാരണമുണ്ട്. കാരണം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇമാം രണ്ടാമത്തെ സുജൂദിൽ നിന്ന് എണീക്കുന്നതിന്റെ മുമ്പായിട്ട് മൂപ്പര് ഫാത്തിഹ ഓതാതെ പൂർത്തിയാക്കാതെ റുക്കൂയിലേക്ക് പോയിട്ടില്ലെങ്കിൽ പിന്നെ ആ റക്അത്ത് മൂപ്പര് കിട്ടൂല. ഇനി ഇമാമ് ഖിയാമിലേക്ക് വരുമ്പോൾ ഇമാമിനോടൊപ്പം അങ്ങനെ നിന്നെടുത്താൽ മതി. ഒരു റക്അത്ത് നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും നിസ്കരിക്കേണ്ടി വരും. ഇവിടെ അതാ പറഞ്ഞത്, ത്വീലായ മൂന്ന് റുക്കിനാ പറഞ്ഞത്. ത്വീലായ മൂന്ന് റുക്കിന്. ഇപ്പം നമ്മൾ റുക്കുവ വന്നാണ്
ഇത്തിദാല് 2 സുജൂദ് 3, ഇടയിലെ ഇരുത്തം 4, പിന്നെയും സുജൂദുണ്ട്. അപ്പം 5 മൊത്തത്തിൽ വരുന്നു. പക്ഷെ ഈ ഇടയിലെ ഇരുത്തവും ഇത്തിദാലും നമ്മൾ കൂട്ടുന്നില്ല. അത് ചെറിയ 2 റുക്നുകളാണ്. ചോദ്യം പ്രസക്തമാണ്. തവീലായ 3 റുക്നുകളെ മറികടന്നാൽ അപ്പോൾ നിസ്കാരം ബാത്തിലാകും. അപ്പം ഇത്തിദാല് എന്ന് പറയുന്നതും 2 സുജൂദിന്റെ ഇടയിലെ ഇരുത്തം എന്ന് പറയുന്നതും അത് 2 പ്രവർത്തികൾ വേർതിരിച്ച് കാണിക്കാൻ വേണ്ടിയുള്ള ചെറിയൊരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തിദാല് നീട്ടാൻ പാടില്ലല്ലോ. വെറുതെ ഇത്തിദാല് നീട്ടിയാൽ നിസ്കാരം ബാത്തിലാവും. വെറുതെ ഇത്തിദാല് നീട്ടാൻ പാടില്ല. തസ്ബീഹ് നിസ്കരിക്കുന്ന ഒരാള് റുക്കുവയിലെ, ഇത് വേറെ മസല പറഞ്ഞു കേട്ടോ, തസ്ബീഹ് നിസ്കരിക്കുന്ന ഒരാള് റുക്കുവയിലെ തസ്ബീഹ് മറന്നുപോയി. സുബ്ഹാന റബ്ബിയൽ അദീം വബിഹംദിഹി 3 വട്ടം ചൊല്ലിയിട്ട് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ഒക്കെ ചൊല്ലണമല്ലോ. അത് ചെല്ലാൻ മൂപ്പര് മറന്നാണ്ട് എണീറ്റ് പോന്നു. എന്നാ പിന്നെ അത് എന്ത് ചെയ്യരുതെന്നാ, ഈ ഇത്തിദാലിൽ അത് വീണ്ടെടുക്കാൻ പാടില്ല. അത് പിന്നെ സുജൂദിൽ വീണ്ടെടുക്കാം. സുജൂദിലുള്ളത് ഒരാൾ മറന്നുപോയാൽ അതിന്റെ ഇടയിലെ ഇരുത്തത്തിൽ വീണ്ടെടുക്കാൻ പാടില്ല. അത് പിന്നെ അടുത്ത സുജൂദിൽ വീണ്ടെടുക്കുക. കാരണം അതിനൊക്കെ കാരണം പറയുന്നത് അത് ചെറിയ 2 റുക്നുകളാണ്, നീട്ടാൻ പാടില്ല. ആകെ നീട്ടുന്ന ഒരു രൂപം, ഇത്തിദാലില് നീട്ടുന്ന രൂപം എന്ന് പറയുന്നത് ഒന്ന് തസ്ബീഹ് നിസ്കാരത്തിലെ തസ്ബീഹിന് വേണ്ടിയും ഖുനൂത്ത് വരുന്ന നിസ്കാരത്തിലെ അവസാനത്തെ ഇത്തിദാലും. ഇതാണ് നീട്ടാവുന്ന ഒരു രൂപം. എന്നാൽ തന്നെ അവിടെ ഫുഖഹാവ് പറയുന്നുണ്ട് വാരിദായി വന്നതിനേക്കാൾ കൂടുതൽ നീട്ടാൻ പാടില്ല, അപ്പോൾ കറാഹത്താവും. അപ്പൊ പറഞ്ഞുകൊണ്ട് വന്നത്, ഇമാമും മൗമൂമുമായി ഇങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത് ഇമാം റുക്കുയിലേക്ക് പോയപ്പോൾ മൗമൂമിനൊരു സംശയം, ഞാൻ ഫാത്തിഹ ഓതിയോ ഇല്ലയോ എന്ന്. അല്ലെങ്കിൽ അവന് ഉറപ്പാണ് ഞാൻ ഫാത്തിഹ ഓതിയിട്ടില്ല. ഈ 2 അവസ്ഥയിലും ഫാത്തിഹ ഓതി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മൗമൂം റുക്കുയിലേക്ക് പോകാവൂ. അതിനുവേണ്ടി മൗമൂമിനെ ഇമാമിന്റെ 2ാമത്തെ സുജൂദിൽ നിന്ന് ഉയരുന്നത് വരെ പിന്താം. അപ്പൊ മൊത്തം അവിടെ 5 റുക്കുനുകൾ വരുന്നുണ്ട്. പക്ഷെ തവീലായ 3 റുക്കുനാണ് 2ാമത്തെ സുജൂദും കൂടി കൂട്ടുമ്പോൾ വരുന്നത്. ആ സുജൂദിൽ നിന്നുള്ള ഉയർച്ചയ്ക്ക് മുമ്പായി മൗമൂമ് റുക്കൂ ചെയ്തിട്ട് ഫാത്തിഹ ഓതിയിട്ട് റുക്കൂയിലേക്ക് പോയാൽ മതി. അതാ പറയുന്നത് അത് മുതഖല്ലുഫിഹി, മൗമൂമ് പിന്താൻ പാടില്ല, ഇമാമിഹി, ഇമാമിനെയും വിട്ട് പിന്താൻ പാടില്ല, ബിഅക്സറ മിൻ സലാസതി അർകാനിൻ തവീലത്തിൻ ബിഉദ്രിൻ, കാരണമുണ്ടായാൽ തന്നെ തവീലായ 3 റുക്നിനേക്കാൾ കൂടുതൽ ഇമാമിനെയും വിട്ട് മൗമൂം പിന്താൻ പാടില്ല. അനിവാര്യമായ കാരണത്തിന് വേണ്ടി ഒരാൾ പിന്തിയാൽ 3 റുക്ന് പിന്തിയാൽ പോലും നിസ്കാരം ബാത്തിലാവുകയില്ല. അതേസമയം കാരണമുണ്ടെങ്കിൽ പോലും 3നേക്കാൾ വർദ്ധിച്ചാൽ നിസ്കാരം ബാത്തിലാവുകയും ചെയ്യും. അതാ പറയുന്നത് വമിനൽ ഉദ്രി, കാരണത്തിൽപ്പെട്ടതാണ് തഖല്ലുഫുഹു, മൗമൂമ് പിന്തുന്നു ലിഖിറാഅത്തിൽ ഫാത്തിഹ, ഫാത്തിഹ ഓതാൻ വേണ്ടി. കാരണം ലിസഹ്വിഹി അൻഹാ, ഫാത്തിഹ ഓതണമെന്ന കാര്യം അയാൾ മറന്നുപോയി. ഔ ശക്കിഹി ഫീഹ, അല്ലെങ്കിൽ ഫാത്തിഹ ഓതിയോ എന്നവൻ സംശയിച്ചു. അല്ലെങ്കിലോ വന്തിളാരി ലിസഖത്തത്തിൽ ഇമാം, ഇമാം അടങ്ങി നിൽക്കുമല്ലോ എന്നവൻ വിചാരിച്ചിരുന്നു. മൗമൂം വിചാരിച്ചു എനിക്ക് ഫാത്തിഹ ഓതാനുള്ള അവസരം ഇമാമ് തരും എന്ന്. ഒരു മൗമൂം ഫാത്തിഹ ഓതിയ ഉടനെ തന്നെ റുക്കൂക്കാണ് പോയി. ഇമാമിന്റെ ഫാത്തിഹ ഓതിയിട്ട് ഓതാം എന്നവൻ വിചാരിച്ചു. ജഹരിയായ ഉറക്കെ ഓടുന്ന നിസ്കാരത്തിലും പതുക്കെ ഓടുന്ന നിസ്കാരത്തിലും ഇമാമിന്റെ ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ട് മൗമൂമിന് അതിൽ സുന്നത്തുണ്ട്. അപ്പോ ഇമാമ് ഫാത്തിഹ കഴിഞ്ഞിട്ട് മൗമൂമിന് എന്ത് ചെയ്യും, ഓതാനുള്ളൊരു സമയം തരും എന്ന് വിചാരിച്ചു. പക്ഷെ ഇമാമ് ഫാത്തിഹ കഴിഞ്ഞ ഉടനെ തന്നെ റുക്കൂക്കാണ് പോയി. അതൊരു കാരണമാണ്. അവിടെ മൗമൂമിന് ഫാത്തിഹ ഓതാൻ വേണ്ടി തവീലായ 3 റുക്ന് വരെ പിന്താം. അല്ലെങ്കിൽ അല്ലെങ്കിൽ മൗമൂമ്
സ്പീഡ് കുറഞ്ഞ ആളായി പോയി. അയാൾ ഓതുമ്പോൾ വളരെ പതുക്കെ 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 ഓതുള്ളൂ. ഇമാം ഇന്നാക്കൽ കൗസർ ഓതികാട് പെട്ടെന്ന് യാ അല്ലാഹ് റുക്കൂക്കാണ് പോയി. ഇയാൾ ആ ശബ്ദവും മദ്വൊക്കെ പരിഗണിച്ച് ഇങ്ങനെ വന്നപ്പോഴേക്ക് ഫാത്തിഹ തന്നെ തീർന്നില്ല. എന്നാൽ പിന്നെ അതൊരു കാരണമാണ്. ഇമാം രണ്ടാമത്തെ സുജൂദിൽ നിന്ന് ഉയരുന്നതിന് മുമ്പായിട്ട് ഫാത്തിഹ ഓതി റുക്കൂയിലേക്ക് പോയാൽ മതി. അല്ലെങ്കിൽ ഒരാൾ സുന്നത്ത് കൊണ്ട് ജോലിയായി പഞ്ചായത്തും ഇങ്ങനെ നല്ല മട്ടത്തിൽ ഇങ്ങനെ ഓതി, അയാൾ വന്നപ്പോഴേക്ക് ഫാത്തിഹ ഓതാൻ സമയം കിട്ടിയില്ല. സുന്നത്ത് കൊണ്ട് ജോലിയായി യഥാർത്ഥത്തിൽ അയാൾക്ക് ഫാത്തിഹ ഓതാനുള്ള സമയം കിട്ടുമായിരുന്നു കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധേയമാണ്. ഫാത്തിഹ ഓതാൻ സമയമുള്ള ഒരു സമയത്ത് അയാൾ സുന്നത്ത് കൊണ്ട് ജോലിയായി. ഫാത്തിഹ ഓതാൻ സമയം ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്താ വേണ്ടത്? ആദ്യം ഫാത്തിഹ തന്നെ ഓതണം. ഇപ്പോ ഇവിടെ ജമാഅത്ത് ഇങ്ങനെ നടക്കുകയാണ്, സൂറത്ത് ഇമാം ഓതി തുടങ്ങി, സൂറത്തിന്റെ അവസാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇയാൾ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു. ഇപ്പൊ യഥാർത്ഥത്തിൽ ഫാത്തിഹ ഓതിയാൽ പോലും മുഴുവനാകൂല എന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ അയാൾ എന്ത് ചെയ്യരുത്? ഫജ്ജത്ത് ഓതരുത്, അഊദ് ഓതരുത്, വേഗം ബിസ്മി കൊണ്ട് തുടങ്ങണം. ബിസ്മി അങ്ങോട്ട് ഓതി പൂർത്തിയായിട്ടില്ല, അപ്പോഴേക്ക് ഇമാം റുക്കൂയിലേക്ക് പോയി. അവിടെ വെക്കണം, നമ്മൾ റുക്കൂയിലേക്ക് പോകണം. ആ ഇമാമിനോട് ആ റുക്കൂയിൽ ഒരു സെക്കൻഡ് നമുക്ക് അടങ്ങി താമസം കിട്ടിയാൽ അറക്കാത്ത് നമുക്ക് കിട്ടി. അതല്ലേ വർക്കഉ മഅർ റാക്കിഈൻ എന്ന് പറയുന്നത്. റുക്കൂ ചെയ്യുന്നവരോടൊപ്പം നിങ്ങൾ റുക്കൂ ചെയ്യുകയും ഖുർആൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. വർക്കഉ വർക്കഈ മഅർ റാക്കിഈൻ, വർക്കഉ മഅർ റാക്കിഈൻ. റുക്കൂ ചെയ്യുന്നവരോടൊപ്പം റുക്കൂ ചെയ്യുക. റുക്കൂ ഒരു സ്റ്റേഷനാണ്, വളരെ ഫലവത്തായ ഒരു സ്റ്റേഷനാണ് റുക്കൂ. റുക്കൂ കിട്ടിയാൽ ആ റക്അത്ത് നമുക്ക് കിട്ടി. ജുമാ നിസ്കരിക്കുന്ന ഇമാമിനെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ റുക്കൂയിൽ ഒരു ചെറിയ ഒരു അടങ്ങിത്താമസം നമുക്ക് കിട്ടിയാൽ ആ റക്അത്ത് നമുക്ക് കിട്ടി. ഇനി ഒരു റക്അത്ത് നമ്മൾ ഇമാം ഇല്ലാതെ നിസ്കരിച്ചാലും നമുക്ക് ജുമായാണ്. നമ്മൾ മുന്നേ നിസ്കരിക്കുന്ന സമയത്ത് വേറൊരാൾ വന്ന് കൂടെ നിസ്കരിച്ചാൽ അയാൾക്കും ജുമായാണ്. അങ്ങനെ അസർ വരെ നിസ്കരിച്ചാൽ അസർ വരെ ജുമായാണ്. അസർ വരെ ജുമാ. കാരണം ഒരു റുക്കൂ കിട്ടിയാൽ മതി, അതൊരു വലിയ സ്റ്റേഷനാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? നമ്മൾ റുക്കോയിൽ ഇമാം ഇങ്ങനെ നിൽക്കുമ്പോൾ അവസാനത്തെ ജുമായുടെ രണ്ടാമത്തെ റക്അത്തിലെ റുക്കോയിലാണ് ഒരാൾ വന്ന് കൂടുന്നത് എന്നെങ്കിൽ അയാൾക്ക് ആ റക്അത്ത് കിട്ടി. ഇയാൾ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ മതി. അയാൾ ആ റക്അത്ത് നിസ്കരിക്കുന്നതിന്റെ സമയത്ത് അയാൾ റുക്കോയിലേക്ക് പോയപ്പോൾ വേറൊരാൾ വന്നു കൂടി. അപ്പൊ അദ്ദേഹത്തിന്റെ റുക്കൂ കിട്ടി, അപ്പൊ അയാൾക്ക് ഒരു റക്അത്ത് കിട്ടി. ഇനി അയാൾ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ മതി. അയാൾ ഒരു റക്അത്ത് നിസ്കരിച്ച് റുക്കൂയിലേക്ക് പോകുന്ന സമയത്ത് വേറൊരാൾ വരുന്നുണ്ട്. അങ്ങനെ അസർ വരെ പോയാലും ഒരു കുക്ക ജുമാ കിട്ടി. പക്ഷെ ആ റുക്കൂയിലെ ഒരു സെക്കൻഡ് താമസം നമുക്ക് കിട്ടിയില്ല, എന്നാ പോയി. നമ്മൾ ഫാത്തിഹ ഓതാൻ തന്നെ സമയമില്ല. ഇനി ആ സമയത്ത് നമ്മൾ ബിസ്മി ഓതി, പിന്നെ ഇമാം റുക്കൂയിലേക്ക് പോയപ്പോൾ പിന്നെ നമ്മൾ അൽഹംദുലില്ലാ ഓതി, പിന്നെ നമ്മൾ ബാക്കിയുള്ള ആയത്തൊക്കെ ഓതി. നമുക്ക് ആ റക്അത്ത് നഷ്ടമായി. ഇമാം റുക്കൂയിൽ നിന്ന് വന്ന് ഇതിലേക്ക് വന്ന് സുജൂദിലേക്ക് പോലോടുകൂടെ ആ റക്അത്ത് നമുക്ക് നഷ്ടമായി. പക്ഷെ നമ്മൾ ഫാത്തിഹ ഓതാൻ സമയമുള്ള ഒരു സമയത്താണ് എവിടെ ആ റുക്കൂ കിട്ടിയില്ലെങ്കിൽ 4 റക്അത്ത് നിസ്കരിക്കണം. റുക്കൂ കിട്ടിയ ആൾക്ക് 2 റക്അത്ത് മതി. ഇമാമിന്റെ അവസാനത്തെ റുക്കൂ കഴിഞ്ഞിട്ട് ജുമായിലെ രണ്ടാമത്തെ റക്അത്തിലുള്ള റുക്കൂ കഴിഞ്ഞിട്ടാണ് ഒരാൾ വരുന്നത് എങ്കിൽ അവിടെയാണ് ഒരു കടങ്കഥയുള്ളത്. എന്താ കടങ്കഥ? സ്വല്ലാ മാ നവാ, നവാ മാ സ്വല്ലാ. ഒരാൾ ഒരു കാര്യം നിസ്കരിച്ചു, പക്ഷെ അത് കരുതിയില്ല. കരുതിയത് അയാൾ നിസ്കരിച്ചതുമില്ല. എന്താ നിയ്യത്ത് വെക്കുമ്പോൾ അയാൾ എന്ത് വെക്കണം? ജുമാ ഇമാമോടൊപ്പം നിസ്കരിക്കണം എന്ന് വെക്കണം. പക്ഷെ നിസ്കരിക്കണം എന്താണ്?
ദൂർ നിസ്കരിക്കും വേണം. എപ്പോ? റുക്കൂ കഴിഞ്ഞിട്ട് വന്ന ആൾക്കാർ. രണ്ടാമത്തെ റക്അത്തിലെ റുക്കൂവും കഴിഞ്ഞ് വന്ന ആൾക്കാർ ജുമാ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം? ഇമാമിനോടൊപ്പം തുടരണം. കാരണം ഇമാമിന്റെ ജുമായാണല്ലോ. പക്ഷെ നിസ്കാരം എന്ത് വേണം? 4 റക്അത്ത് നിസ്കരിക്കും. അതാ സല്ല മാനവ. ഒരാളൊരു നിസ്കാരം നിർവഹിച്ചു, പക്ഷെ അത് കരുതിയിട്ടില്ല. നവ, അയാൾ കരുതിയതൊന്ന് മാസല്ല, അത് നിസ്കരിച്ചതുമില്ല. അതാണ് ഈ നിസ്കാരം. ഇമാമിന്റെ ജുമായുടെ രണ്ടാമത്തെ റുക്കുവും കഴിഞ്ഞ് വന്ന ആളുകൾ ഇങ്ങനെയാണ്. അയാൾക്ക് ജുമയില്ല. ജുമയിൽ ചുരുങ്ങിയത് 1 റക്അത്ത് കിട്ടണം. ജുമ അല്ലാത്ത നിസ്കാരത്തിൽ എവിടെയാണോ കിട്ടിയത് അവിടെ മുതൽ അയാൾക്ക് ജമാഅത്തുണ്ട്. ജുമയിലെ ജമാഅത്ത് 1 റക്അത്ത് ഒരാൾക്ക് കിട്ടുമ്പോഴാണ്, അല്ലാത്ത ജമാഅത്ത് പരിഗണിക്കൂല. പക്ഷെ അപ്പോഴും ആവണം. പക്ഷെ പലരും ഇവിടെ വന്നിട്ട് ഇമാമ് എഴുത്തുകാരി വന്നിട്ട് കൈ ഇട്ടിട്ട് അത് കണക്കാക്കുന്നു. തെറ്റാണ്. അത് ശരിയല്ല. റുക്കൂ കിട്ടിയില്ലെങ്കിൽ പോയില്ല കാര്യം. റുക്കൂ കിട്ടിയില്ലെങ്കിൽ പോയി. അതേസമയം ഒരാളിപ്പോ ഇമാമിനോടൊപ്പം നേരത്തെ തുടർന്നു, അയാൾ ഫാത്തിഹയൊക്കെ ഓതി ഇമാമിന്റെ സൂറത്തും കേട്ട് ഇമാം റുക്കോയിലേക്ക് പോയി. ആ റുക്കോയിൽ അയാൾ ഇമാമിനോടൊപ്പം ചേർന്നില്ല എന്ന് വിചാരിച്ച പ്രശ്നമില്ല. അങ്ങനെ അയാളുടെ തുടർച്ച നേരത്തെ തന്നെ ഉറപ്പുവരുത്തിയ ആളാണ്, അയാൾ ഫാത്തിഹയൊക്കെ ഓതിയ ആളാണല്ലോ. മസ്ബൂക്കിനെ സംബന്ധിച്ചിടത്തോളമാണ് ആ മസല. ഫാത്തിഹ ഓതാൻ സമയമില്ലാത്ത ഒരാള് ഇമാമിനോടൊപ്പം റുക്കോയിൽ എന്ത് ചെയ്യണം? താമസിപ്പിക്കണം. അവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. അതേസമയം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇമാമിനെ ഓവർടേക്ക് ചെയ്താൽ ബാത്തിലാകുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ ഒരു റുക്കിന് കൊണ്ട് ഇമാമിനെ ഓവർടേക്ക് ചെയ്യൽ തന്നെ ഹറാമാണ്. കാരണം ബാത്തിലാകുമെന്ന് പറയുന്നില്ല, ഒരു റുക്കിന് കൊണ്ട് ഇമാമിനെ ഓവർടേക്ക് ചെയ്യൽ തന്നെ ഹറാമാണ്. വസ്സബ്ഖു ബിറുക്നിൻ ഫിഅലിയൻ ഹറാം. ഫിഅലിയായ ഒരു റുക്കിന് കൊണ്ട് ഇമാമിനെ ഓവർടേക്ക് ചെയ്യൽ ഹറാമാണ്. ഫമതാ തഖദ്ദമ ബിഹി, അങ്ങനെ ഇമാമിനെ മുന്തിയാൽ ഏതുപോലെ മൗമൂം റുക്വയിലേക്ക് പോയി, വറഫഅ, എന്നിട്ട് മൗമൂം ഉയർന്നു, വല്ലിമാമു ഖായിമുൻ, ഇമാമ് ഇപ്പോഴും നൃത്തത്തിലാണ്. ഇമാമ് നിൽക്കുക, രണ്ടുപേരും നൃത്തത്തിലായിരുന്നു. മൗമൂം പോയി, എന്നിട്ട് മൗമൂം ഉയർന്നു. ഇത് രണ്ടിലും ഇമാമിനോടൊപ്പമായില്ല. എന്നാൽ ആ പ്രവൃത്തി ഹറാമാണ്. ഇമാമിന്റെ മുമ്പിൽ പോയി, എപ്പോഴും ഇമാമിന്റെ മുമ്പിൽ ഇങ്ങനെ പോകും. അടുത്ത പ്രവർത്തനം എത്തിയപ്പം വീണ്ടും മൂപ്പര് ഇമാമിന് മുമ്പിൽ പോയി. അതും ഇതുപോലെ തന്നെയാണ്. ജമാഅത്തിന്റെ കൂലി നഷ്ടമാകും. ഇമാമിനോടൊപ്പം പോയാലും നഷ്ടാവും, ഇമാമിന് മുമ്പിൽ പോയാലും നഷ്ടാവും. അവരൊപ്പം ഇങ്ങനെ ഒന്നിച്ച് അങ്ങനെ ഇമാമ് പോയിട്ടേ പോകാവൂ. ഇവിടെ 3 രൂപമുണ്ട്. ഒന്ന് ഇമാമിന് മുമ്പ് പോവുക, അവൻ്റെ ഒപ്പം പോവുക, അവന് ശേഷം പോവുക. ഇതാണ് ശരി. പിന്നെ മുമ്പ് പോവുക അതൊട്ടും ശരിയല്ല. ഇമാമിനൊപ്പം പോവുക അതും യഥാർത്ഥത്തിൽ ജമാഅത്തിന്റെ കൂലിയെ നഷ്ടപ്പെടുത്തുന്നത്. നിസ്കാരം ബാത്തിലാവൂല, പക്ഷെ ജമാഅത്തിന്റെ കൂലി നഷ്ടാവും. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു. പിന്നെ ഇമാമ് പോയിട്ട് പോവുക, അവിടെ തന്നെ ഒരു നല്ല രൂപമുണ്ട്. എന്താ? ഇമാം ഒന്നിലേക്ക് പോയി അവിടെ എത്തിയിട്ട് മൗമൂമ് പോവുക, അതാണ് ഏറ്റവും നല്ലത്. ഇമാം സുജൂദിലേക്ക് പോവുകയാണെങ്കിൽ സുജൂദിൽ എത്തിയതിന് ശേഷം മൗമൂമ് പുറപ്പെടുക. ഇമാം ഇടയിലേക്ക് വന്നതിന് ശേഷം മൗമൂമ് പുറപ്പെടുക, അതാണ് ഏറ്റവും നല്ലത്. സുജൂദിലേക്ക് പോകുമ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യലുണ്ട്, ഇമാമിനെ ഓവർടേക്ക് ചെയ്തിട്ട് പോകാറുണ്ട്. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വലൗ ഖാമ ഇമാമുഹു ലിറക്അത്തിൻ സായിദത്തിൻ, എന്നാ നീ ശ്രദ്ധിക്കും വേണം. വലൗ ഖാമ ഇമാമുഹു ലിറക്അത്തിൻ സായിദത്തിൻ ലം തജുസ് മുതാബഅതുഹു വലൗ കാന മസ്ബൂഖാ. ഇമാം 5ാമത്തെ റക്അത്തിലേക്ക് അങ്ങോട്ട് എണീറ്റ് പോയി, എന്നാൽ മൗമൂം അവിടെ ഇമാമിനെ പിന്താങ്ങാൻ പാടില്ല. യഥാർത്ഥത്തിൽ ഇരിക്കേണ്ട സ്ഥലത്ത് മൗമൂം ഇരുന്നിട്ട് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞ് ഇമാമിനെ ഉണർത്തേണ്ടതാണ്. ഇമാമിനെ തുടർന്ന് തന്നെ പോകണമെന്ന് പറയുമ്പോൾ ഇമാമ്
5-ാമത്തെ റക്അത്തിലേക്ക് പോയാൽ അവിടെ നിങ്ങൾ തുടരണ്ട. അവിടെ യഥാർത്ഥ സ്റ്റേഷൻ എന്താണോ അത് മഅ്മൂം ചെയ്യുക. അപ്പൊ അത്തഹിയ്യാത്തിൽ ഇരിക്കേണ്ട സമയമാണ്, 4 റക്അത്ത് പൂർത്തിയായി എങ്കിൽ മഅ്മൂം അത്തഹിയ്യാത്തിൽ അങ്ങ് പോയി ഇരിക്കണം. മസ്ബൂക്കായ ആളാണെങ്കിൽ പോലും ഇമാമിനെ തുടരാൻ പാടില്ല. യഥാർത്ഥത്തിൽ അയാൾക്ക് ഇനി ഒരു റക്അത്ത് നിസ്കരിക്കാണ്ട്. അപ്പൊ മൂപ്പര് വിചാരിച്ചു ലാഭമായി, ഇമാമിനും കൂടി കിട്ടിയല്ലോ. അപ്പൊ മസ്ബൂക്കായ ആളാണെങ്കിൽ പോലും എന്ത് ചെയ്യണം? അത്തഹിയ്യാത്തിൽ ഇരിക്കണം. എന്നിട്ട് സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് ഇമാമിനെ വരുത്തണം. ഇമാമിന് എത്ര ആയിട്ടും മനസ്സിലാവണില്ല. മൂപ്പരെ വിചാരം എപ്പോഴും 3 ആയിട്ടുള്ളൂ, 4 ഞാൻ നിസ്കരിക്കുന്ന ശരിയെന്നാ. മൂപ്പര് നിസ്കരിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഉറപ്പാണല്ലോ ഒരാൾക്ക്. 3 ആണോ 4 ആണോ എന്ന് സംശയിച്ചാൽ വേണ്ട എന്താണ്? 3 ആണെന്ന് ഉറപ്പിച്ച് ഇറക്കാതൊന്നും ചെയ്യല്ലേ. അപ്പൊ ഇമാമിന് ഇപ്പൊ ഉറപ്പായിട്ടില്ല. ഇമാം നിസ്കരിച്ചോട്ടെ, നമ്മൾ അത്തഹിയ്യാത്തിൽ തന്നെ ഇരിക്കും, ഞങ്ങൾക്കൊക്കെ റെഡിയാ, ഞങ്ങളതൊക്കെ 4 ആയി, നിങ്ങളതായിട്ടില്ലെങ്കിൽ വരി. അത്തഹിയ്യാത്തിൽ ഇങ്ങനെ കാത്തു നിൽക്കും ഇമാമിന്. ഇമാം ഒരു റക്അത്ത് നിസ്കരിച്ചിട്ട് ഇങ്ങനെ വരും. സഹ്വിന്റെ സുജൂദ് ഇമാം ചെയ്യും, അപ്പൊ നമ്മളും ചെയ്യും. അല്ല, ഇമാമിന് ബോധ്യപ്പെട്ടു, എല്ലാ ആളുകളും ഇങ്ങനെ ഇരിക്കുകയാണ്, ഇമാം മുമ്പിലാണെങ്കിലും ബാക്കിൽ ആ സൊഫ് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ ചെറിയ രൂപത്തിൽ. അപ്പൊ ഇമാം എന്ത് ചെയ്യാം? ഫാത്തിഹ പൂർത്തിയാക്കാതെ തന്നെ വന്ന് ഇരിക്കാം. കാരണം അദ്ദേഹത്തിന് അബദ്ധമാണ് സംഭവിച്ചതെന്ന് ബോധ്യപ്പെട്ടു. ഈ നൃത്തത്തിൽ ഇമാമിനെ തുടരാൻ പാടില്ല. എപ്പോഴും മഅ്മൂമിങ്ങൾ കൃത്യമായ വശം എന്താണോ അതാണ് ചെയ്യേണ്ടത്. അതാ പറയേണ്ടത്. വലൗകാന മസ്ബൂക്കൻ, മസ്ബൂക്കായ ആളാണെങ്കിലും 5-ാമത്തെ റക്അത്തിലേക്ക്, സായിദായ റക്അത്തിലേക്ക് ഇമാം എണീക്കുമ്പോൾ തുടരാൻ പാടില്ല. ബൽയൻതളിറുഹു ഫിത്തശഹുദി, ആ മഅ്മൂമായ ആള് അത്തഹിയ്യാത്തിൽ ഇമാമിനെ പ്രതീക്ഷിച്ചിരിക്കണം. ഔ യുഫാരിഖുഹു, അല്ലെങ്കിൽ ആ ഇമാമിനെ വിട്ടുപിരിയുന്നു എന്ന് കരുതണം. വഹുവ ഔലാ, ഈ സമയത്ത് നല്ലത് അതാണ്. 5-ാമത്തെ റക്അത്തിലേക്ക് ഇമാം എണീറ്റ് പോയാൽ ഒന്നിരിക്കെ ഇമാമിനെ പ്രതീക്ഷിച്ച് അത്തഹിയ്യാത്തിൽ തന്നെ ഇരിക്കുക, അല്ലെങ്കിൽ ഞാൻ ഇമാമിനെ വിട്ടുപിരിയുന്നു എന്ന് കരുതിയിട്ട് നമ്മൾ അത്തഹിയ്യാത്തോട് സലാം വിട്ടു. എന്താ? അതുപോലെ വലൗ ജലസൽ ഇമാമു ലിത്തശഹുദി ഫീ സാലിസത്തി റുബായത്തി സഹ്വൻ, 4 റക്അത്തുള്ള നിസ്കാരത്തിൽ 3-ാമത്തെ റക്അത്തിൽ ഇമാം അത്തഹിയ്യാത്തിരുന്നു പോയി. 4 റക്അത്തുള്ള നിസ്കാരമാണ്, 4 ആയി എന്ന് വിചാരിച്ച് ഇമാം 3-ലിരുന്നു. എന്നാ മഅ്മൂം ഇരിക്കാൻ പറ്റുമോ? മഅ്മൂം സ്റ്റേഷൻ, യഥാർത്ഥ സ്റ്റേഷൻ എന്താണ്? നൃത്താണ്, അവിടത്തേക്ക് പോകണം. അവിടെ എത്തിയിട്ടാണ് ഇമാമിനെ ക്ഷണിക്കേണ്ടത്. അപ്പോൾ ഇൻതളറഹു ഖായിമ, ഇമാമിനെ നിന്നുകൊണ്ടാണ് മഅ്മൂം പ്രതീക്ഷിക്കേണ്ടത്. ഔ ഫാറഖഹു, അല്ലെങ്കിൽ ഇമാമിനെ വിട്ടുപിരിയണം. വഇല്ലാ ബത്വലത്തു സ്വലാത്തുഹു, ഇല്ലെങ്കിൽ നിസ്കാരം ബാത്തിലാ. മഅ്മൂമിനറിയാം 3 ആയിട്ടുള്ളൂ. ഇത് നല്ല ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മഅ്മൂമിനറിയാം 3 ആയിട്ടുള്ളൂ, ഇമാമിന് അബദ്ധം പറ്റി. എന്നാൽ മഅ്മൂം ഇമാമിനോടൊപ്പം ഇരിക്കാൻ പാടില്ല. ഇമാം എന്ത് ചെയ്യണം? മഅ്മൂം എന്ത് ചെയ്യണം? എണീറ്റ് നിൽക്കണം. പക്ഷെ മഅ്മൂമിന് സംശയമാണ്, ഇങ്ങനെ ഇമാമ് ചെയ്യണല്ലേ മഅ്മൂം ചെയ്യണത്. മഅ്മൂമിന് സംശയമാണ്, ഇപ്പൊ എന്താ ചെയ്യാ? അപ്പൊ യഥാർത്ഥത്തിൽ 3-ാമത്തെ റക്അത്തിലാണ് അത്തഹിയ്യാത്ത് ഇമാം ഇരുന്നത് എന്ന് മഅ്മൂമിന് ബോധ്യമുണ്ടെങ്കിൽ മഅ്മൂം എന്ത് ചെയ്യണം? ഖിയാമിലേക്ക് പോകണം. എന്നിട്ട് ആ ഖിയാമിലാണ് ഇമാമിനെ പ്രതീക്ഷിക്കേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ ഇമാമിനോട് വിയോജിപ്പ് പുലർത്തേണ്ട സമയം ഇമാമിന് അബദ്ധം പറ്റി എന്ന് ബോധ്യപ്പെടുമ്പോൾ മാത്രമാണ്. അല്ലാത്ത ഘട്ടങ്ങളിലെല്ലാം ഇമാമിനെ അനുഗമിച്ച് തുടർന്ന് തന്നെ പോകണം. ഇമാമിനെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല. ഇമാമിൽ നിന്ന് അകന്ന് പിന്തിപ്പോകാനും പാടില്ല കാരണമില്ലാതെ. കാരണത്തിന് വേണ്ടി ഫാത്തിഹ ഓതിയില്ല എന്നുറപ്പാവുന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ ഓതിയോ എന്ന് സംശയിക്കുന്ന ഘട്ടത്തിൽ ഇമാമിന്റെ 2-ാമത്തെ സുജൂദിൽ നിന്ന് ഉയരുന്നത് വരെയും മഅ്മൂമിന് ഫാത്തിഹ ഓതുന്നതിന് വേണ്ടി പിന്താം, അത് പ്രശ്നമില്ല എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കാര്യങ്ങൾ നാളെ നമുക്ക് പറയാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സകല പാപങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ കടങ്ങളെ നീ വീട്ടിത്തരണേ റഹ്മാനെ. ഞങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റിത്തരണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇൽമിൽ നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ.
ഞങ്ങൾക്ക് തഖ്വ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ. മരണം ഖൈറാകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഷഹാദ ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.